ഹലോ എവ്രി വൺ വെൽക്കം ടു ഒത്തൻറ്റിക് ഇന്ത്യൻ കുക്കിംഗ്. ഇന്ന് ഞാൻ വന്നിരിക്കുക പഞ്ചാബി പനീർ പരാഠയുടെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് ബ്രേക്ക്ഫാസ്റ്റിനോ ലഞ്ചിനോ ഡിന്നറിനാണെങ്കിലും എൻജോയ് ചെയ്യാൻ പറ്റിയ മക്കൾക്ക് ടിഫിനാണെങ്കിലും കൊടുത്തു വിടാൻ പറ്റിയ നല്ല ഹെൽത്തി റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ഏറ്റവും ആദ്യം 200 ഗ്രാം ഞാൻ പനീർ എടുത്തിട്ടുണ്ട്. ഇത് ഇതുപോലെ ഒരു ഗ്രേറ്റർ എടുക്കുക. അതിൻ്റെ വലിയ സൈഡിൽ കൂടെ നമുക്കിതുപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കുക. ഫുള്ളായിട്ട് പനീർ മൊത്തം ഞാൻ എടുക്കുന്നുണ്ട്. അപ്പോൾ ഫുള്ളായിട്ട് നമുക്കൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. പിന്നെ നമ്മളിപ്പോഴും സവാളയൊക്കെ എടുക്കുമ്പോൾ പൊടിയായി അരിഞ്ഞിട്ട് വേണേ എടുക്കാനായിട്ട് സൂക്ഷിക്കണം. അല്ലെങ്കിൽ നമ്മളാണെങ്കിൽ പരാട്ടയൊക്കെ ഉണ്ടാക്കും പൊട്ടിപ്പോകാൻ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് നന്നായിട്ട് ഫൈനായിട്ട് പറ്റാവുന്ന അത്രയും നന്നായിട്ട് ഫൈനായിട്ട് ചോപ്പ് ചെയ്യുക. അല്ലെങ്കിൽ ചോപ്പറിനകത്തിട്ട് ചോപ്പ് ചെയ്യുക. ചോപ്പർ ഉണ്ടെങ്കിൽ നന്നായിട്ട് ചോപ്പ് ചെയ്യാൻ പറ്റും കേട്ടോ. അഥവാ നിങ്ങൾക്ക് അങ്ങനെ ചോപ്പറും ഇല്ലെങ്കിൽ ഒരു കാര്യം കൂടി ചെയ്താൽ മതി. കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ഒരു 10 മിനിറ്റത്തേക്ക് മാറ്റി വെച്ചാൽ മതി. അപ്പോൾ അതിനകത്ത് എക്സ്ട്രാ എത്രയും വെള്ളം ഉണ്ടെന്ന് വെച്ചാൽ അത് മൊത്തം നമുക്ക് പിഴിഞ്ഞ് മാറ്റിയതിന് ശേഷം വേണം അതിനകത്ത് ആഡ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യണേ. അപ്പോൾ ഇതിനകത്ത് നമുക്കാണെങ്കിൽ സവാള അരിഞ്ഞ് ഇട്ട് കൊടുത്തിട്ടുണ്ട്, പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്, പിന്നെ മല്ലിയില അരിഞ്ഞ് ഇട്ട് കൊടുത്തിട്ടുണ്ട്, പിന്നെ മുഴുവൻ മല്ലി ക്രഷ് ചെയ്ത് അതും കൂടെ 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 ടേബിൾ ടീസ്പൂൺ നമുക്കാണെങ്കിൽ ആംചൂർ പൗഡർ ഇട്ട് കൊടുക്കാം. ആംചൂർ പൗഡർ ഡ്രൈ മാംഗോ പൗഡർ ഇട്ട് കൊടുത്തേക്കുന്നത്. പിന്നെ നമുക്കാണെങ്കിൽ 1/2 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ ചെറിയ ജീരകം വറുത്ത് പൊടിച്ച് ഇട്ട് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇത്രയും ഇട്ട് നമുക്ക് നന്നായിട്ട്, പിന്നെ ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കണേ 1 ടീസ്പൂൺ. ഇതെല്ലാം ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. മക്കൾ പച്ചമുളക് കഴിക്കാത്തവരാണെങ്കിൽ സ്കിപ്പ് ചെയ്യുക, ഇടേണ്ട ആവശ്യമില്ല. ഇനി നമുക്കെല്ലാം ടേസ്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ. ഉപ്പൊക്കെ നമ്മുടെ പാകത്തിനുണ്ടോ, മസാലയൊക്കെ എരിവൊക്കെ പാകത്തിനുണ്ടോ ഇല്ലയോ എന്ന്. ഇല്ലെങ്കിൽ നമുക്ക് എക്സ്ട്രാ ആഡ് ചെയ്തിട്ട് വേണം ഉണ്ടാക്കാനായിട്ട്. ഇനി നമുക്കാണെങ്കിൽ ഇതേ ആട്ട കുഴച്ച് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്ത് 1 ടീസ്പൂൺ അരിമോദം ഇട്ട് കുറച്ച് 1/2 ടീസ്പൂൺ ഉപ്പും ഇട്ട് നന്നായിട്ട് കുഴച്ച് ചപ്പാത്തി കുഴക്കുന്നതിനെക്കാട്ടി ഇച്ചിരി സോഫ്റ്റായിട്ട് വേണേ കുഴച്ചെടുക്കാനായിട്ട്. അപ്പോൾ അത് കുഴച്ചെടുത്ത് ഞാൻ വെച്ചിട്ടുണ്ട്. നന്നായിട്ട് സോഫ്റ്റായി ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം നമുക്ക് പരാഠ ഉണ്ടാക്കി തുടങ്ങാം. ചപ്പാത്തിക്ക് എടുക്കുന്നതിനെക്കാട്ടി ഇച്ചിരി കൂടെ വലിയ ഉരുള വേണേ എടുക്കാനായിട്ട്. പിന്നെ ഗോതമ്പ് പൊടിക്ക് ഡസ്റ്റ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതുപോലെ സൈഡിൽ കൂടെ ഇതുപോലെ നമ്മൾ പ്രസ് ചെയ്ത് കനം കുറച്ചെടുക്കുക. നടുക്ക് ഭാഗം ഒത്തിരി പ്രസ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് സ്റ്റഫിങ് വെക്കാനുള്ളതല്ലേ, പൊട്ടിപ്പോകാൻ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് അരിവ് മാത്രം നമുക്കിത് ഇതുപോലെ കനം കുറച്ച് ചെയ്യുക. നമുക്കത് ഫുള്ളായിട്ട് നന്നായിട്ട് സ്റ്റഫിങ് വെക്കണം. ഏത് സ്റ്റഫ്ഡ് പരാട്ട നിങ്ങൾ ഉണ്ടാക്കിയാലും നന്നായിട്ട് സ്റ്റഫിങ് വെക്കാൻ ശ്രദ്ധിക്കണേ. എന്നാലേ ഒരു അടിപൊളി ടേസ്റ്റ് വരത്തേ ഉള്ളൂ. അപ്പോൾ ഇത് നന്നായിട്ട് ഇതുപോലെ അമക്കി കൊടുത്തതിന് ശേഷം നന്നായിട്ട് സീൽ ചെയ്ത് കൊടുക്കുക. ഇത് കണക്ക് നന്നായിട്ട് സീൽ ചെയ്ത് ടെൻഷൻ എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ പരത്തി വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. പക്ഷേ നടുക്ക് ഭാഗം പരത്താൻ പാടില്ല. സൈഡ് ഭാഗം മാത്രം പരത്തി കനം കുറച്ചതിന് ശേഷം സ്റ്റഫിങ് വെച്ചിട്ട് ഇതുപോലെ സീൽ ചെയ്ത് കൊടുത്താൽ മതി. നമുക്ക് നന്നായിട്ട് റോൾ ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ഗോതമ്പ് പൊടിക്ക് കുറച്ചും കൂടി ഡസ്റ്റ് ചെയ്ത് കൊടുക്കാം. ആദ്യം നമുക്കത് ഇതുപോലെ സ്റ്റഫിങ് നമ്മുടെ എല്ലാം ആണെങ്കിൽ ഇതുപോലെ നമുക്ക് കൊടുക്കണം. എല്ലായിടും ഒരുപോലെ ഈവൻലി ആവാനായിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അതിന് ശേഷം ഗോതമ്പ് പൊടിക്ക് ഒന്നും കൂടി ഡസ്റ്റ് ചെയ്തതിന് ശേഷം ഒന്നും കൂടെ അമക്കി കൊടുക്കുക. ഇനി നമുക്ക് പരത്തി കൊടുക്കുക. ഒത്തിരി അങ്ങ് പ്രഷർ കൊടുത്ത് അമർത്തി പരത്തേണ്ട ആവശ്യമില്ല. ലൈറ്റായിട്ട് പരത്തി കൊടുത്താൽ മതി. നന്നായിട്ട് പരത്തി കൊടുക്കുക. ഒത്തിരി കനം കുറയ്ക്കേണ്ട ആവശ്യമില്ല. എപ്പോഴും നമ്മൾ പരാഠയൊക്കെ ഉണ്ടാക്കുവാണെങ്കിൽ ഇച്ചിരി തിക്കായിട്ട് വേണം ഉണ്ടാക്കാനായിട്ട്. പരാഠ അങ്ങനെ തന്നെയാണ് ഇരിക്കുന്നത്. പിന്നെ കുറച്ചൊക്കെ ക്രേക്സ് വരുവാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ, നല്ലതത്. നമ്മൾ ഇതിൻ്റെയൊക്കെ സ്റ്റഫിങ്ങൊക്കെ വെച്ചേക്കുന്നത് അതിൻ്റെ ഫ്ലേവറൊക്കെ പുറത്തിറങ്ങി വരുമ്പോൾ ഒന്നും കൂടെ കഴിക്കാൻ ഒന്നും കൂടെ ടേസ്റ്റ് കൂടത്തേ ഉള്ളൂ. ഒത്തിരി പൊട്ടിപ്പോവാതെ സൂക്ഷിക്കുക. ലൈറ്റായിട്ട് പരത്തി കൊടുത്താൽ മതി. അപ്പോൾ പൊട്ടത്തില്ല കേട്ടോ തീരെയും. ഇനി തവാൻ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ചൂടായി കഴിയുമ്പം നമ്മുടെ പരാഠ നമുക്ക് ഇട്ട് കൊടുക്കാം. ഒരു സൈഡ് ആയി കഴിയുമ്പോൾ തിരിച്ചു ഇട്ടിട്ട് മറിച്ച് സൈഡും ഇട്ട് നന്നായിട്ടൊന്ന് ചുട്ടെടുക്കുക. എന്നിട്ട് നെയ്യോ ബട്ടറോ എണ്ണ എന്താ കഴിക്കാൻ ഇഷ്ടമുള്ളതെന്ന് വെച്ചാൽ അതിട്ട് നമുക്ക് നന്നായിട്ടൊന്ന്, പരാഠ എപ്പോഴും നെയ്യിലൊക്കെ ഉണ്ടാക്കുവാണെങ്കിൽ ഒന്നും കൂടി ടേസ്റ്റ് വരുന്നത്. അപ്പോൾ ഞാൻ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നത്. തിരിച്ചും മറിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇതാണെങ്കിൽ ചായയുടെ കൂടെയോ അല്ലെങ്കിൽ അച്ചാറിൻ്റെ കൂടെയോ നോർമൽ തൈരിൻ്റെ കൂടെ ആണെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റ് അത് കഴിക്കാനായിട്ട്. നിങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. പിന്നെ ഇതേവരെ പുതിയ കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബും സപ്പോർട്ടും ചെയ്യാൻ മറന്നുപോലെ. പിന്നെ അതിന് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യണം. അത് ഓൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്താലേ ഞാൻ ഇടുന്ന പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടുന്നതായിരിക്കും. പിന്നെ മുന്നോട്ടൊക്കെ ഏതൊക്കെ വീഡിയോസാണ് കാണാൻ താല്പര്യമുള്ളതെന്ന് വെച്ചാൽ നിങ്ങൾ എന്നെ തീർച്ചയായിട്ടും അറിയിക്കുക. പിന്നെ ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലയോ, അഥവാ പുതിയ എന്തൊക്കെ കാണാൻ താല്പര്യമുള്ളതെന്ന് വെച്ചാൽ എന്നെ അറിയിക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ടിയിട്ട് കൊണ്ടുവരുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളായിരുന്നു കേട്ടോ. അതിൻ്റെ മുകളിൽ കുറച്ച് ബട്ടറും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നാളെ നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരത്തേക്കും ബൈ ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ്.